ഹായ് ഫ്രണ്ട്സ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ നമ്മളിങ്ങനെ ആലോചിച്ച് അടുത്തൊരു 10 സ്റ്റെപ്പ് മുന്നോട്ട് ആലോചിച്ച് ഒരു ലൂപ്പിൽ തന്നെ കടന്നിങ്ങനെ കറങ്ങി അവസാനം ആ കാര്യം ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ നമ്മുടെ ഇടയിൽ. അതിന് നമ്മൾ എന്താ പറയുക, ഓവർ തിങ്കിങ് എന്ന് പറയും. ആവശ്യത്തിലധികം നമ്മൾ ആലോചിച്ച് കൂട്ടി ഒന്നും ചെയ്യാതെ കടന്നുറങ്ങുന്ന, ഉള്ള എനർജി മുഴുവൻ നമ്മൾ ആലോചിച്ച് തീർക്കുന്ന ഒരു നല്ല കാര്യമാണോ ചോദിച്ചാൽ നല്ല കാര്യമാണ്. അത് ശരിക്കും അയാളുടെ ഒരു ടാലൻ്റാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അയാൾക്ക് അത്രയും ഡെപ്തിൽ തിങ്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ ഓവർ തിങ്കിങ് ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ. പക്ഷെ അത് കൂടുതലാകുമ്പോൾ എന്താകുന്നു, നമ്മുടെ എനർജി എല്ലാം ഡ്രെയിനായി നമ്മൾ ഒന്നും ചെയ്യാതെ വളരെ ക്ഷീണിതനായി നമ്മൾ കടന്നു പോകുന്നു അല്ലേ. അപ്പോൾ ഇത് മാറ്റാനുള്ളൊരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കൂ, ഈ ഓവർ തിങ്കിങ് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഈ തീരുമാനം നീണ്ടു പോകുന്നതല്ലേ നമ്മുടെ പ്രശ്നം. അപ്പോൾ നമ്മളൊരു ടൈം വയ്ക്കുക. ഇപ്പോൾ ഒരു കുഞ്ഞ് ഡിസിഷനാണ് നമുക്ക് എടുക്കാനുള്ളതെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതുക, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇതിലൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് നിർത്തുക. പിന്നെ ആ കാര്യം ആലോചിക്കാൻ വേണ്ടി വേറെ ഒരു ടൈം നമ്മൾ ഇനി ഒരു 2 മണിക്ക് ശേഷം ഞാനൊരു 5 മിനിറ്റിൽ ഇത് ആലോചിക്കുമെന്ന് പറഞ്ഞ് ടൈം ഇതിന് കൊടുക്കുക. അല്ലാതെ ആ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ നിൽക്കരുത്. ഇനിയൊരു വലിയ മേജർ ഡിസിഷനാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഒരു പഠനത്തിൻ്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊരു 15 മിനിറ്റ് നമ്മൾ ടൈം മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം എന്താണോ ചെയ്യാനുള്ളത് അത് ഇന്ന് രാത്രി തന്നെ ഒരു അരമണിക്കൂർ ബ്ലോക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിൽ 20 മിനിറ്റ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ 20 മിനിറ്റ് ഞാൻ പഠിക്കുമെന്ന് വിചാരിക്കുക. പിന്നെ വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 25 മിനിറ്റ് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഫ്രീ ആയി ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കാൻ, മൊബൈൽ നോക്കാനോ നമുക്ക് തിങ്ക് ചെയ്യാനോ ഒക്കെ ഒരു ടൈം കൊടുക്കുക. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത 25 മിനിറ്റ് നമ്മൾ പഠിക്കുക. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട ടൈം, നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യേണ്ട, റിലാക്സ് ചെയ്യേണ്ട, മൊബൈൽ നോക്കേണ്ട ടൈം. ഇനി തിങ്ക് ചെയ്യാനാണെങ്കിൽ ആ മാറ്റർ നമ്മൾ രാവിലെ തിങ്ക് ചെയ്ത് ഡിസൈഡ് ചെയ്യാത്ത മാറ്റർ വീണ്ടും തിങ്ക് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം ടൈം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. രാത്രി കിടക്കുന്ന സമയത്ത് അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ബുക്കിൽ വ്യക്തമായി എഴുതുക. അടുത്ത ദിവസം പ്ലാൻ ഉണ്ടാക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ഓവർ തിങ്കിങ് എല്ലാം മാറി അത് പ്രൊഡക്റ്റീവായി നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.